ധാരാളം പാർലമെൻ്ററി കമ്മിറ്റികൾ. ഞാൻ വിദേശകാര്യ വകുപ്പിന് വേണ്ടിയുള്ള എക്സ്റ്റേണൽ അഫയേഴ്സിന് വേണ്ടിയുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗമായിരുന്നു. അതുകൊണ്ട് ധാരാളം വിദേശ പാർലമെൻ്ററി ഡെലഗേഷനുകൾ കൂടെ പാർലമെൻറ്റിലെത്തുമായിരുന്നു. അവരുമായി സംസാരിക്കുന്നതിനൊക്കെയുള്ള അവസരം, ലോകത്തിൻ്റെ പല ഭാഗത്തുമുള്ള പാർലമെൻറ്റേറിയൻസുമായുള്ള ഇൻ്ററാക്ഷൻ, അതൊക്കെ വളരെ പ്രയോജനകരമായ കാര്യങ്ങളായിരുന്നു. അപ്പോൾ ഈ വിദേശകാര്യ വകുപ്പിൻ്റെ വേണ്ടിയുള്ള കമ്മിറ്റി ആയതുകൊണ്ട് വിദേശങ്ങളിൽ പോകാമല്ലോ എന്നൊക്കെ പലരും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സോമനാഥ് ചാറ്റർജി ആദ്യമേ എടുത്ത ഒരു തീരുമാനം, ഈ എക്സ്റ്റേണൽ അഫയേഴ്സ് കമ്മിറ്റി അത് വിദേശയാത്ര നടത്തേണ്ട എന്നാണ്. അതിനുള്ള അവസരം അന്ന് പൂർണ്ണമായും ഇല്ലാതെയായി. ഇന്ത്യയിൽ തന്നെയായിരുന്നു ഞങ്ങളുടെ യാത്ര. ഇന്ത്യയിൽ എവിടെയും പോകാം. പ്രത്യേകിച്ച് പാസ്പോർട്ട് ഓഫീസുകൾ കൂടി ഞങ്ങളുടെ കമ്മിറ്റിയുടെ പരിഗണനയിൽ വന്നിരുന്നത് കൊണ്ട് പാസ്പോർട്ട് ഓഫീസുകൾ ഉള്ളിടത്തെല്ലാം ഞങ്ങൾ യാത്ര ചെയ്യുമായിരുന്നു. കാര്യങ്ങൾ കൂടെയൊക്കെ മനസ്സിലാക്കുന്നതിനൊക്കെ അത് നല്ലതുമാണ് അത്തരം യാത്രകൾ. അതൊരു പഠനയാത്രകൾ കൂടിയാണ്. ഇപ്പോൾ ഞാൻ ലോക്സഭയിലെ എത്തിക്സ് കമ്മിറ്റിയിൽ അംഗമായിരുന്നു. എത്തിക്സ് എന്ന് പറയുമ്പോൾ പാർലമെൻ്ററി ധർമ്മം, പാർലമെൻ്ററി മര്യാദകൾ, ആചാരങ്ങൾ, അതൊക്കെ പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നതിനുള്ള ഒരു സമിതിയാണത്. വളരെ ഒരു അധികാരമുള്ള സമിതിയാണ്. ഞങ്ങളുടെ മുന്നിൽ ഒരിക്കൽ വന്ന കേസ്, വാഷിങ്ടണിൽ ഇന്ത്യൻ അംബാസഡർ ആയിരുന്ന റോണക്സൺ, അദ്ദേഹത്തിൻ്റെ കേസാണ്. അദ്ദേഹം ഒരു പ്രസ്താവന നടത്തി, ഹെഡ്ലെസ് ചിക്കൻ, തലയില്ലാത്ത കോഴികൾ, അത് മാധ്യമപ്രവർത്തകരെക്കുറിച്ചാണെന്ന് മാധ്യമപ്രവർത്തകർ കരുതി, പാർലമെൻറ്റ് അംഗങ്ങളെക്കുറിച്ചാണെന്ന് പാർലമെൻ്ററി സമിതി കരുതി. ഹെഡ്ലെസ് ചിക്കൻ എന്ന് പറഞ്ഞാൽ അത് എങ്ങനെ പരിഭാഷപ്പെടുത്തണമെന്ന് പോലും പത്രങ്ങൾക്കന്ന് അറിയില്ലായിരുന്നു. തലയില്ലാ കോഴികൾ, നിലാവത്ത് അഴിച്ചുവിട്ട കോഴികൾ എന്നൊക്കെ പല പരിഭാഷകളും ഒക്കെ അന്ന് വന്നിരുന്നു. ഏതായാലും എം പിമാരെ ഒരു പ്രത്യേക സന്ദർഭത്തിലാണ് എം പിമാരെ പരിഹസിക്കുന്നതിന് അംബാസഡർ റോണക്സൺ ഈ വാക്കുപയോഗിച്ചു എന്ന പരാതിയിൽ ഞങ്ങളുടെ കമ്മിറ്റി, പാർലമെൻ്ററി എത്തിക്സ് കമ്മിറ്റി, ആ കേസ് വിശദമായി കേൾക്കുകയും ഒടുവിൽ ആ കേസ് അവസാനിപ്പിച്ചു. ശിക്ഷയും ഒന്നും ഉണ്ടായില്ല. പക്ഷെ അത്തരം സന്ദർഭങ്ങളിൽ ധാരാളം കാര്യങ്ങൾ പഠിക്കുന്നതിനുള്ള അവസരം നമുക്ക് കിട്ടും. ലോകത്തെവിടെയുമുള്ള പാർലമെൻറ്റുകളിൽ സമാനമായ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ എങ്ങനെയാണ് പാർലമെൻറ്റിൻ്റെ പ്രതികരണം ഉണ്ടായിട്ടുള്ളത്, ഇതൊക്കെ അറിയുന്നതിനും മനസ്സിലാക്കുന്നതിനും വായിക്കുന്നതിന്, എഴുതുന്നതിന്, യാത്ര ചെയ്യുന്നതിന് എല്ലാമുള്ള അവസരം ഞങ്ങൾക്ക് കിട്ടിയിരുന്നു. ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഉൾപ്പെടെയുള്ളവർ വളരെ ക്ലേശിച്ച് പരിചരിച്ച് വളർത്തിയെടുത്ത ഇന്ത്യയുടെ പാർലമെൻ്ററി രീതികൾ, അതിന് നിരക്കാത്ത രീതിയിലുള്ള നിരവധിയായ സന്ദർഭങ്ങൾ അവിടെ ഉണ്ടാകുന്നുണ്ട്. ചോദ്യക്കോഴ വിവാദം, പാർലമെൻറ്റിൽ ചോദിക്കുന്ന ചോദ്യത്തിന് പ്രസക്തിയും പ്രാധാന്യവുമുണ്ട്. ഒരു ചോദ്യം എം പി ചോദിച്ചാൽ അതിന് മറുപടി കിട്ടും എന്ന് മാത്രമല്ല, അവിടെ ഒരു ഫയൽ ഓപ്പൺ ചെയ്യപ്പെടുകയാണ്. പിന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അപ്പോൾ ചോദ്യം ചോദിക്കുന്നതിന് പണം വാങ്ങുന്നു എന്ന ആക്ഷേപം അന്നുണ്ടായി. അതും വലിയ ലോകവാർത്തയായിരുന്നു. ഇന്ത്യൻ പാർലമെൻറ്റിൽ ഒരു എം പിയെ ഏതാനും $10 കൊടുത്താൽ അല്ലെങ്കിൽ $5 കൊടുത്താൽ ആർക്കു വേണ്ടിയും ചോദ്യം ചോദിക്കും എന്നൊക്കെയുള്ള ആക്ഷേപം വന്നത്, അതൊക്കെ നമ്മുടെ പാർലമെൻറ്റിൻ്റെ ഡിഗ്നിറ്റിയെ ബാധിക്കുന്ന വിഷയങ്ങളായിരുന്നു. പാർലമെൻറ്റിൻ്റെ ഡിഗ്നിറ്റി എന്ന് പറഞ്ഞാൽ അതിലുള്ള അംഗങ്ങളുടെ ഡിഗ്നിറ്റിയാണ്. എല്ലാവരും ഒരുപോലെ സാക്ഷരത ഉള്ളവർ പോലുമല്ല. ഫൂലൻ ദേവിയുടെ കാര്യം ഞാൻ പറഞ്ഞു. പലതരത്തിലുള്ള ആളുകൾ, ഇന്ത്യയുടെ വൈവിധ്യം. എന്നെ ഏറ്റവും ആകർഷിച്ച ഒരു കാര്യം അതുതന്നെയായിരുന്നു, ഇന്ത്യയുടെ വൈവിധ്യം. 543 പേർ
ഈ മൊത്തം ഇന്ത്യക്കാരെ, ഇന്ത്യൻ ജനതയെ പ്രതിനിധീകരിച്ച് ആ സഭയിൽ ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ആലോചിക്കുന്നവർക്ക് അതൊരു വല്ലാത്ത അനുഭവം തന്നെയായി മാറും. തലപ്പാവ് കെട്ടിയവർ, ഓരോ തലപ്പാവും ചില അർത്ഥങ്ങൾ നൽകുന്നുണ്ട്. അർത്ഥമെന്ന് പറഞ്ഞാൽ അവർ ഏത് സംസ്ഥാനം, പിൻകോഡ് പോലെയാണ്. അവർ ഏത് സംസ്ഥാനമാണ്, ഏത് ജാതിയാണ്, ഏത് ഉപജാതിയാണ്, ഇതൊക്കെ തലപ്പാവ് കാണുമ്പോൾ നമുക്കറിയാം. ഷർട്ട് ധരിക്കാതെ ലോക്സഭയിൽ വന്നിരുന്ന ഒരാൾ, അയാൾ നാട്ടിൽ വലിയ പ്രമാണിയാണ്, കോൺഗ്രസ് അംഗമാണ്. പക്ഷെ അയാൾക്ക് ആ ഡൽഹിയിലെ കൊടിയ തണുപ്പ് കാലത്ത് പോലും ഈ നഗ്ന മേനിയുമായി സഭയിൽ വന്നിരുന്ന ആളാണ്. അതെല്ലാം ചേരുമ്പോഴാണല്ലോ ഇന്ത്യയുടെ ഈ ഒരു വൈചിത്ര്യം എന്ന് പറയുന്നത്. അത് നമ്മുടെ ഇന്ത്യ എന്ന് കാണണമെങ്കിൽ, ഇന്ത്യയുടെ ഒരു പരിച്ഛേദം എന്ന നിലയ്ക്ക് നമുക്ക് പാർലമെൻറ്റിനെ കാണാൻ കഴിയും. അത് തന്നെ ഒരു വിദ്യാഭ്യാസമാണ്. ഇതാണ് ഇന്ത്യ എന്നുള്ളത്. 2004 ലോക്സഭയുടെ കാലാവധി 2009 അവസാനിച്ചു. പിന്നീട് മത്സരിക്കുന്നതിനുള്ള അവസരം എനിക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെ എൻ്റെ പാർലമെൻ്ററി കരിയർ 1997 ആരംഭിച്ച് ഇടവേളകളിലൂടെ 2009 വരെ എത്തി അവസാനിക്കുകയും ചെയ്തു. ലോക്സഭയിൽ തുടങ്ങി ലോക്സഭയിൽ തന്നെയാണ് എൻ്റെ പാർലമെൻ്ററി ജീവിതം അവസാനിച്ചത്. പക്ഷെ അതിനിടയ്ക്ക് യാദൃശ്ചികമായി ഒന്ന് നിയമസഭയിലും പോകാൻ കഴിഞ്ഞു. യാദൃശ്ചികം എന്ന് പറഞ്ഞത് 1998 എറണാകുളത്ത് ഒരു ഒഴിവ് വന്നു. അത് അന്ന് നിലവിലുണ്ടായിരുന്ന MLA ജോർജ് ഈഡൻ രാജിവെച്ചു. അദ്ദേഹം രാജിവെച്ചത് അതിന് തൊട്ടു മുമ്പ് നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ എന്നെ പരാജയപ്പെടുത്തി അദ്ദേഹം ലോക്സഭാംഗമായതുകൊണ്ടാണ്. പക്ഷെ ആ ഉപതെരഞ്ഞെടുപ്പിൽ AP വർക്കി എന്ന ജില്ലാ സെക്രട്ടറി തോറ്റ് നിൽക്കുന്ന എന്നെ തന്നെ സ്ഥാനാർത്ഥിയാക്കി അതിഗംഭീരമായ ഒരു തിരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനം, ക്യാമ്പയിൻ അന്ന് നടന്നു. ഈ പഴുതടച്ചുള്ള പ്രചരണം എന്നൊക്കെ പറയുന്നത് അതായിരുന്നു. അതിൽ ഒരിക്കലും കിട്ടാത്ത, എന്ന് വെച്ചാൽ 1987 സാനു മാസ്റ്റർക്ക് മാത്രം നേടാൻ കഴിഞ്ഞ വിജയം 1998 എനിക്ക് ആവർത്തിക്കാൻ കഴിഞ്ഞു. പക്ഷേ പിന്നീട് ചില സാഹചര്യങ്ങളിൽ വന്ന 2 തിരഞ്ഞെടുപ്പുകൾ, ഒരു ഉപതെരഞ്ഞെടുപ്പ് എറണാകുളത്ത് തന്നെ, ഒരു തിരഞ്ഞെടുപ്പ് നിയമസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ തൃക്കാക്കരയിലും ഞാൻ സ്ഥാനാർത്ഥിയായിട്ടുണ്ട്. തൃക്കാക്കരയിൽ PT തോമസിനെതിരെയാണ് മത്സരിച്ചത്. പക്ഷെ അപ്പോഴൊന്നും എനിക്ക് ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല, ആ ജയം ആവർത്തിക്കാനും കഴിഞ്ഞിട്ടില്ല. നിയമസഭയിൽ ഞാൻ ചെല്ലുമ്പോൾ EK നായനാർ മുഖ്യമന്ത്രിയായുള്ള ഭരണം നടക്കുന്ന കാലമാണ്, LDFൻ്റെ ഭരണമാണ്. ഞാൻ ഈ തിരഞ്ഞെടുപ്പിലൂടെ ചെല്ലുമ്പോൾ 1998 എന്ന് ഞാൻ പറഞ്ഞു. പിന്നെ അവശേഷിച്ചത് 3 വർഷമാണ്. അതുകൊണ്ട് സഭാംഗം എന്ന നിലയിൽ പ്രവർത്തിക്കാൻ എനിക്ക് കഴിഞ്ഞത് ഈ 3 വർഷക്കാലമാണ്. നിയമസഭയിലേക്ക് ഞാൻ ചെല്ലുന്നത് വളരെ പ്രത്യേകതയുള്ള ഒരു ദിവസമായിരുന്നു. ഞാൻ സത്യപ്രതിജ്ഞ ചെയ്തു സഭാംഗം എന്ന നിലയ്ക്ക് ഞാൻ ചെന്ന് കയറിയ സഭ എന്ന് പറയുന്നത് സെക്രട്ടേറിയറ്റിലുള്ള സഭയായിരുന്നു. അതിപ്പോഴും ഒരു മ്യൂസിയം എന്ന നിലയ്ക്ക് സൂക്ഷിച്ചിട്ടുണ്ട്. ഞാൻ പ്രത്യേകത എന്ന് പറഞ്ഞത്, ഞാൻ ചെല്ലുന്ന ദിവസം അംഗങ്ങൾ ആ സഭയോട് വിടവാങ്ങുന്ന ദിവസമായിരുന്നു. എല്ലാവരും വളരെ വികാരഭരിതരായി വിടവാങ്ങൽ പ്രസംഗങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, എല്ലാ നേതാക്കന്മാരും. ആ വികാരഭരിതമായ വിടവാങ്ങൽ പ്രസംഗങ്ങൾക്ക് ശേഷം സ്പീക്കർ എന്ന വിജയകുമാറാണ്, വിജയകുമാർ, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു ഘോഷയാത്രയായി ഞങ്ങൾ 140 പേർ പാളയത്ത് അന്ന് പണി പൂർത്തിയാക്കിയ പുതിയ നിയമസഭാ മന്ദിരത്തിലേക്ക് യാത്രയായി.
അപ്പോൾ ഒരേ ദിവസം പഴയ മന്ദിരത്തിൽ പ്രവേശിക്കുന്നതിനും അന്ന് തന്നെ പുതിയ മന്ദിരത്തിൽ പ്രവേശിക്കുന്നതിനുമുള്ള അവസരം എനിക്ക് കിട്ടുകയുണ്ടായി. അതുകൊണ്ട് ഞാൻ MLA എന്ന നിലയ്ക്ക് ഇരുന്നത് പുതിയ മന്ദിരത്തിലാണ്. എന്നാൽ ഈ പഴയ മന്ദിരവുമായി എനിക്ക് വൈകാരികമായൊരു ബന്ധമുണ്ട്. ഞാൻ 1972-73 ആ കാലത്ത് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ജോലി ചെയ്യുന്നു. അന്ന് തിരുവനന്തപുരത്തേക്ക് എന്നെ ട്രാൻസ്ഫർ ചെയ്തപ്പോൾ നിയമസഭാ റിപ്പോർട്ടിംഗ് കൂടി എൻ്റെ തൊഴിലിൻ്റെ ഭാഗമായി മാറി. അപ്പോൾ രാവിലെ അവിടെ ചെല്ലണം. പ്രസ് ഗാലറിയിൽ ഇന്ത്യൻ എക്സ്പ്രസ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഇരിപ്പിടത്തിന് ബുദ്ധിമുട്ടൊന്നുമില്ല. അത് കിട്ടി. അപ്പോൾ അതിൻ്റെ കൂടെ ഇരുന്നിരുന്ന പത്രപ്രവർത്തകർ, അവരുടെ കൂടെ ഇരിക്കാൻ അന്ന് എനിക്ക് വലിയ ശങ്കയും ഭയവും ആയിരുന്നു. കാരണം സഭാ റിപ്പോർട്ടിങ്ങിൽ ആചാര്യസ്ഥാന പദവി നൽകേണ്ട KR ചുമ്മാർ, മനോരമ, കേരളകൗമുദിയുടെ വിജയരാഘവൻ, അടുത്തിടയ്ക്ക് മരിച്ച KG പരമേശ്വരൻ നായർ, അങ്ങനെയുള്ള ആളുകൾ, പിന്നെയും പേരുകൾ എല്ലാം വളരെ തലമുതിർന്ന സീനിയർ ആയിട്ടുള്ള പത്രപ്രവർത്തകർ. അവർക്കൊപ്പമിരുന്ന് സഭാ നടപടി റിപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ സഭാ നടപടികളുടെ ഒരു ക്ലാസ്സിൽ പങ്കെടുക്കുന്നതിന് തുല്യമായ അനുഭവമായിരുന്നു. കാര്യങ്ങളൊക്കെ പഠിക്കുന്നതിനുള്ള അവസരമായിരുന്നു. അപ്പം അങ്ങനെയുള്ള ഒരു മുൻ പരിചയം, ആ മുൻ പരിചയത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഞാൻ പിന്നീട് MPയും MLAയുമായി പ്രവർത്തിച്ചത്. ഞാൻ അടുത്ത കാലത്ത് സെക്രട്ടേറിയറ്റിൽ പോയപ്പോൾ ഈ മന്ദിരം, പഴയ മന്ദിരം ഒന്ന് കയറി കാണുകയുണ്ടായി. അന്ന് എങ്ങനെയായിരുന്നുവോ അതുപോലെ അത് സംരക്ഷിച്ചിട്ടുണ്ട്. അവിടെ ഒരു സീറ്റിൽ എൻ്റെ പേരും കണ്ടു. അതും വലിയൊരു കൗതുകമായി. ഹ്രസ്വകാലത്തേക്കാണ് MLA ആകാൻ കഴിഞ്ഞതെങ്കിലും ചരിത്രത്തിൻ്റെ ഭാഗമായി മാറാനും നിലനിൽക്കാനും എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. സ്ലൊവേനിയ, മോണ്ടിനീഗ്രോ, സെർബിയ, പനാമ. സഞ്ചാരം വോളിയം നമ്പർ 13 ഫുൾ HDയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 9995444222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. EK നായനാർ മുഖ്യമന്ത്രിയായുള്ള ആ നിയമസഭയിൽ CPMന് അന്ന് 5 സ്വതന്ത്ര MLAമാരുണ്ടായിരുന്നു. ഞങ്ങൾക്ക് 5 പേർക്കും ഏറ്റവും പുറകിലായിട്ടാണ് ഒരു സീറ്റ് അനുവദിച്ചിട്ടുള്ളത്. ആ 5 പേർ എന്ന് പറഞ്ഞാൽ ഒന്ന് ഞാൻ തന്നെ, പിന്നെ കടമ്മനിട്ട രാമകൃഷ്ണൻ, PT കുഞ്ഞുമുഹമ്മദ്, MA തോമസ്, ലോനപ്പൻ തമ്പാടൻ, ഇങ്ങനെയാണ് 5 പേർ. ലോനപ്പൻ തമ്പാടൻ എവിടെ ഇരുന്നാലും അവിടെ എന്തെങ്കിലും കുസൃതി ഒപ്പിക്കും, അല്ലെങ്കിൽ ഒരു ഫലിതം പറയും. എല്ലാവരെയും ചിരിപ്പിക്കുക, അത് തമ്പാടൻ ഭാഷൻ്റെ ഒരു ദൗത്യമാണ്. ഞങ്ങൾ ഏറ്റവും പുറകിലായതുകൊണ്ട് ആർക്കും തടസ്സമൊന്നുമില്ല. സ്പീക്കറുടെ കണ്ണ് അവിടം വരെ എത്തുകയില്ല. അത്ര വലിയ ഹാളാണ്. അപ്പോൾ അവിടെ അങ്ങനെ ഞങ്ങൾ തമാശ പറഞ്ഞ് ചിരിച്ച് ഇരിക്കുമ്പോൾ പല MLAമാരും അവരുടെ ജോലി കഴിഞ്ഞ് അല്ലെങ്കിൽ സംസാരം കഴിഞ്ഞ് റിലാക്സ് ചെയ്യുന്നതിന് ഞങ്ങളുടെ അടുത്ത് വന്ന് കൂടും. ഞാനിപ്പോഴും ഓർമ്മിക്കുന്ന ഒരു ചോദ്യം ഒരു MLA അന്ന് ചോദിക്കുകയുണ്ടായി. ആ MLA മറ്റാരും ആയിരുന്നില്ല, നമുക്കെല്ലാം പരിചയമുള്ള G. സുധാകരനാണ്. G. സുധാകരൻ വളരെ ഗൗരവത്തിൽ ഒരു ദിവസം ഞങ്ങളുടെ അടുത്ത് വന്ന് ചോദിച്ചത്, നിങ്ങൾക്ക് എങ്ങനെ ഇപ്രകാരം ചിരിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. എങ്ങനെ ചിരിക്കാൻ കഴിയുന്നു എന്ന ചോദ്യം ഓരോ മാർക്സിസ്റ്റ് നേതാവും ചോദിക്കേണ്ടതാണ് എന്ന അഭിപ്രായം എനിക്കുണ്ട്. ചിലയിടത്തൊക്കെ ഞാനത് പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ചിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു, ഞങ്ങളുടെ കൂടെ അടുത്ത് വന്നിരിക്കുന്നവരെ ഞങ്ങൾ ചിരിപ്പിക്കുന്നു. അത് ഒരു അത്ഭുതകരമായ പ്രവൃത്തിയായിട്ടാണ് G. സുധാകരൻ എന്ന ഗൗരവക്കാരനായ MLA അന്ന് തന്നെ കണ്ടിരുന്നത്. സഭയിൽ പലതരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാവാറുണ്ട്. കാരണം പ്രതിപക്ഷ നേതാവ് AK ആൻ്റണിയാണ്.
മുഖ്യമന്ത്രി ഞാൻ പറഞ്ഞതുപോലെ EK നായനാർ, T ശിവദാസ മേനോൻ തുടങ്ങിയിട്ടുള്ള ആളുകളൊക്കെയാണ് മന്ത്രിമാർ. പിണറായി വിജയനും ആദ്യമായി വൈദ്യുതി മന്ത്രിയായത് ആ സഭയിലാണ്. അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയിൽ സ്ഫോടനാത്മകമായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് തോന്നുമ്പോഴും അവയൊക്കെ നല്ല വർത്തമാനം പറഞ്ഞ് ചിരിപ്പിക്കേണ്ട ഇടങ്ങളിൽ ചിരിപ്പിച്ചും ഗൗരവഭാവം കാണിക്കേണ്ട സ്ഥലത്ത് അങ്ങനെ കാണിച്ചും മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ EK നായനാർ വലിയ സാമർഥ്യം കാണിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഒരു മാതൃകയാകേണ്ട പെരുമാറ്റമായിരുന്നു അത്. ചർച്ചകൾക്ക് മറുപടി നൽകേണ്ടത് എങ്ങനെയാണ്, പ്രയാസകരമായ ബുദ്ധിമുട്ട് പിടിച്ച സന്ദർഭങ്ങളെ തരണം ചെയ്യേണ്ടത് എങ്ങനെയാണ്, ഇതിലൊക്കെ നല്ല പാഠങ്ങൾ ആണ് നായനാർ നൽകിയിട്ടുള്ളത്. ഈ നിയമസഭ എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഒരു സംഘർഷാവസ്ഥ രൂപപ്പെടുന്നതിന് അധികം സമയമൊന്നും വേണ്ട. ഞാൻ റിപ്പോർട്ടറായി ഇരിക്കുമ്പോൾ അന്ന് അച്യുതമേനോൻ മുഖ്യമന്ത്രിയാണ്, EMS പ്രതിപക്ഷ നേതാവാണ്. സഭയിലെ അന്തരീക്ഷം ഇങ്ങനെ മുറുകിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം നമുക്കറിയാം എന്തോ സംഭവിക്കാൻ പോകുന്നുണ്ട്. അഴിമതി ആരോപണത്തിന് വിധേയരായ മന്ത്രിമാരുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷ നേതാവ് EMS സംസാരിക്കുന്നു. ആ സംസാരത്തിന് ശേഷം അദ്ദേഹം ഒരു പ്രഖ്യാപനം നടത്തുന്നു. ഞങ്ങളുടെ ആവശ്യം അംഗീകരിച്ച് കിട്ടുന്നതുവരെ പ്രതിപക്ഷ MLA മാർ ഈ സഭയിൽ നിരാഹാര സത്യാഗ്രഹം ഇരിക്കാൻ പോകുന്നു. സഭ പെട്ടെന്ന് ഒന്ന് ഞെട്ടിപ്പോയി. കാരണം ആരും അങ്ങനെയൊരു കടുത്ത നടപടി പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷെ അത് സംഭവിച്ചു. EMS ഉൾപ്പെടെയുള്ളവർ ഭക്ഷണം ഉപേക്ഷിച്ച് ആ സഭാമന്ദിരത്തിൽ നിരാഹാര സത്യാഗ്രഹം അനുഷ്ഠിച്ചു. ഇതെല്ലാം റിപ്പോർട്ടർ എന്ന നിലയ്ക്ക് ഞാൻ അവിടെ ഉണ്ട്. സ്പീക്കർ മൊയ്തീൻകുട്ടി ഹാജി അദ്ദേഹം സഭ പിരിച്ചുവിട്ട് അതിനുശേഷം ഇറങ്ങി വന്ന് ഈ സത്യാഗ്രഹം കിടക്കുന്ന അംഗങ്ങളുടെ ക്ഷേമം അന്വേഷിക്കുകയും അവർക്ക് ഈ സഭാ ഹാളിൽ കിടക്കുന്നതിനുള്ള മറ്റ് സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയും ഒക്കെ ചെയ്തത് അതും ഇപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട്. ഒരു സ്പീക്കർ എങ്ങനെയാണ് പ്രതിപക്ഷത്തോട് ബഹുമാനത്തോടെ പെരുമാറേണ്ടത് എന്ന പാഠം അന്ന് ഞാൻ പഠിച്ചു. 30 മണിക്കൂർ ആ ഉപവാസ സത്യാഗ്രഹം നീണ്ടുപോയി. അതിനുശേഷമാണ് പിൻവലിച്ചത്. അത്തരം നാടകീയമായ സംഭവങ്ങൾ പൊടുന്നനെ ഉണ്ടാവും. അത് കൈകാര്യം ചെയ്യാനുള്ള ഒരു ജാഗ്രത നമുക്കുണ്ടാവണം. അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൂടെയൊക്കെ തന്നെയാണ് ഈ പാർലമെൻ്ററി പ്രവർത്തനം, പാർലമെൻറ്റിലായാലും നിയമസഭയിലായാലും അതിൻ്റെ ചില പാഠങ്ങൾ ഞാൻ പഠിച്ചിട്ടുള്ളത്. 1997 ഞാൻ ലോക്സഭയിലേക്ക് ചെല്ലുമ്പോൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ 50-ാം വർഷം സുവർണ ജൂബിലി ആഘോഷിക്കുന്ന സമയമായിരുന്നു. വാസ്തവത്തിൽ ഞാൻ ശരിയായ സഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് മുന്നേ ഈ ആഘോഷം പ്രമാണിച്ച് പ്രത്യേകമായി സംഘടിപ്പിച്ച ഒരു മിഡ് നൈറ്റ് സെഷൻ ഉണ്ടായിരുന്നു ലോക്സഭയിൽ. മിഡ് നൈറ്റ് എന്ന് പറയാൻ കാരണം 1947 അർദ്ധരാത്രിയാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. അതുകൊണ്ട് ആ സമയവുമായി പൊരുത്തപ്പെടുത്തി ഒരു മിഡ് നൈറ്റ് സെഷൻ, അന്ന് നടന്ന കാര്യങ്ങളൊക്കെ പുനരാവിഷ്കരിക്കുന്ന ഒരു പരിപാടി പാർലമെൻറ്റിൻ്റെ സെൻട്രൽ ഹാളിൽ ഉണ്ടായിരുന്നു. പാർലമെൻറ്റിൻ്റെ സെൻട്രൽ ഹാൾ എന്ന് പറഞ്ഞാൽ ഞാൻ ചെല്ലുമ്പോൾ അവിടെ എല്ലാവരും ചായ കുടിക്കുന്നതിന് ഉപയോഗിക്കുന്ന അതിന് ചുറ്റുമൊക്കെ ടീ സ്റ്റോളൊക്കെ ഉണ്ട് ചായ കുടിക്കാൻ. അക്കാലത്ത് അവിടെ പുകവലിയും ആകാമായിരുന്നു. പുകവലിക്കുന്നതിനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു ഹാൾ ആയിരുന്നു. പിന്നീട് പുകവലി നിരോധിച്ചു, അത് മറ്റൊരു ഇടത്തേക്ക് മാറ്റി. പക്ഷേ ഈ സെൻട്രൽ ഹാൾ എന്നെ സംബന്ധിച്ച് അതിൻ്റെ ചരിത്രം അറിയാവുന്നതുകൊണ്ട്
അതൊരു കത്തീഡ്രൽ പോലെ സേക്രഡ് ആയ ഒരു പ്രിമൈസ് ആണ്. സെൻട്രൽ ഹാളിൻ്റെ വേദിക്ക് അടുത്ത് കണ്ട ഒരു മാർബിൾ ഫലകം, ഞാനിത് പ്രത്യേകമായി പോയി വായിച്ചത് ഒരു കാര്യം ഉറപ്പിക്കാൻ വേണ്ടിയായിരുന്നു. കാരണം എൻ്റെ അറിവ്, നമ്മുടെ ഭരണഘടന നിർമ്മിക്കുന്നതിന് വേണ്ടി കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി സമ്മേളിച്ചത് പാർലമെൻറ്റിൻ്റെ, പുതിയ പാർലമെൻ്റല്ല, നേരത്തെ ഉണ്ടായിരുന്ന പാർലമെൻറ്റിൻ്റെ സെൻട്രൽ ഹാളിൽ ആയിരുന്നു. അതവിടെ എഴുതി വച്ചിട്ടുണ്ട്. അപ്പോൾ അത് കറക്റ്റാണ്. ഞാൻ അർദ്ധരാത്രി കേരള ഹൗസിൽ നിന്ന് പാർലമെൻറ്റിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ നമ്മുടെ സ്പീക്കർ വിജയകുമാറും വന്നിട്ടുണ്ട്. ഞങ്ങൾ ഒരുമിച്ചാണ് പാർലമെൻറ്റിലേക്ക് പോയത്. അപ്പോൾ എൻ്റെ സുഹൃത്ത് ജോൺ തോമസ്, ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ഞങ്ങൾ സഹപ്രവർത്തകരായിരുന്നു കൊച്ചിയിൽ. അതിനുശേഷം ജോൺ തോമസ് എവിടെയൊക്കെയോ പോയി. ഒടുവിൽ ആ സമയത്ത് അദ്ദേഹം ബാംഗ്ലൂരിൽ ഡെക്കാൻ ഹെറാൾഡിൽ എഡിറ്ററാണ്. അപ്പോൾ ജോൺ തോമസ് എന്നോടൊരു കാര്യം ആവശ്യപ്പെട്ടു. ആ അർദ്ധരാത്രി സെൻട്രൽ ഹാളിൽ ഇരിക്കുമ്പോൾ 1946, 49 അതാണല്ലോ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ കാലഘട്ടം. അന്ന് ആ സീറ്റിൽ ഇരുന്നിരുന്നത് ആരായിരിക്കാം? ഇപ്പോൾ അറിയാൻ മാർഗമൊന്നുമില്ല, എങ്കിലും ആരായിരുന്നിരിക്കാം. എന്തെല്ലാം വികാരങ്ങളും വിചാരങ്ങളുമാണ് ആ ചരിത്ര പശ്ചാത്തലത്തിൽ എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. ഇപ്പോൾ ഒരു പുതിയ MP എന്ന നിലയ്ക്ക് ആ ഹാളിലേക്ക് വരുമ്പോൾ വളരെ സവിശേഷമായ ഒരു വിഷയവും അസൈൻമെൻറ്റും ആയിരുന്നു അത്. അപ്പോൾ എൻ്റെ മനസ്സിൽ നിറയെ ഈ പഴയ സംഭവങ്ങളുടെ, ജവഹർലാൽ നെഹ്റുവിൻ്റെ ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്ന പ്രസിദ്ധമായ പ്രസംഗം ഉൾപ്പെടെ ഇതിൻ്റെ എല്ലാം പുനരാവിഷ്കാരം നടക്കുമ്പോൾ എൻ്റെ ചിന്ത അതായിരുന്നു, ഞാനിരിക്കുന്ന ഈ സീറ്റിൽ അന്ന് ഇരുന്നിട്ടുണ്ടാവുക? ആരുടെയൊക്കെ ശബ്ദമായിരിക്കാം അന്ന് ഈ ഹാളിൽ മുഴങ്ങിയിട്ടുണ്ടാവുക? വളരെ വികാരഭരിതമായി ഒരു ലേഖനം അന്ന് രാത്രി തന്നെ ഞാൻ എഴുതി ഡെക്കാൻ ഹെറാൾഡിൽ നിന്ന് ഒരു ഉദ്യോഗസ്ഥൻ വന്ന് അത് വാങ്ങി ബാംഗ്ലൂരിലേക്ക് എത്തിക്കുകയും ചെയ്തു. അടുത്ത ദിവസം പത്രത്തിൽ അത് അച്ചടിച്ചു വരികയും ചെയ്തു. നല്ല ലേഖനം ഒക്കെ ഉണ്ടാകണമെങ്കിൽ നല്ല എഡിറ്റർമാർ വേണം. എഡിറ്റർമാരാണ് എഴുതേണ്ടവരെ കണ്ടുപിടിച്ച് അവരെ കൊണ്ട് എഴുതിക്കേണ്ടത്. ഞാൻ വെറുതെ ഒരു ലേഖനം എഴുതാൻ പറഞ്ഞെങ്കിൽ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ചരിത്രം, ഭരണഘടനയെക്കുറിച്ച് വളരെ പൊതുവായ ഒരു ഉപന്യാസം എഴുതുമായിരുന്നു. പക്ഷെ അതിന് പകരം ഒരു പ്രത്യേക രീതിയിൽ, ആംഗിളിൽ ആ വിഷയത്തെ കാണണം എന്ന നിർദ്ദേശം നൽകിയതുകൊണ്ട് വളരെ സവിശേഷതയുള്ള ഒരു ലേഖനമായി ഡെക്കാൻ ഹെറാൾഡ് വളരെ പ്രാധാന്യത്തോടെയാണ് ആ ലേഖനം പ്രസിദ്ധപ്പെടുത്തിയത്. അത് വരികയും ചെയ്തു. ആ പ്രദേശത്തെ മുഴുവൻ മുസ്ലിം സ്ത്രീകൾ പ്രായവ്യത്യാസമില്ലാതെ ആ തെരുവിൽ അണിനിരന്നിരിക്കുകയാണ്. അവരിൽ പലരും ഓടി വന്ന് മാല ഒക്കെ ഇടുന്നുണ്ട്, പടക്കം പൊട്ടുന്നുണ്ട്. എനിക്ക് ആകെ ഒരു അസഹനീയമായ അവസ്ഥയായി. പടക്കം ഇങ്ങനെ ചെവിയുടെ അടുത്ത് കൊണ്ട് പൊട്ടിക്കുന്നു, ആരവം, മുദ്രാവാക്യം വിളി, ഒരുതരം പ്ലാസ്റ്റിക് വർണ്ണക്കടലാസുകൾ ഇങ്ങനെ അതിൻ്റെ കഷ്ണങ്ങൾ ചിതറി ദേഹവാസകലം വന്ന് വീഴുന്നു. അതിനൊന്നൊരു പശയുണ്ട്, നമ്മുടെ വിയർപ്പുമായി ചേർന്ന് കഴിയുമ്പോൾ ആകെ ഒരു അസ്വസ്ഥതയുണ്ട്. അപ്പോൾ എൻ്റെ അസ്വസ്ഥത മനസ്സിലാക്കിയത് ആ വണ്ടിയിൽ താഴെ ഇരിക്കുന്ന P. ശശി ആണ്, CPM നേതാവ്, കണ്ണൂരിൽ നിന്ന് വരുന്ന ആൾ. ശശി എന്നോട് പറഞ്ഞു, സഖാവേ, നമ്മൾ ജയിക്കാൻ പോവുകയാണ്.